ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിരുന്നുകളിലൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു ബിരിയാണി പോട്ട് ചൂടാക്കി എടുക്കുക. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, നമ്മുടെ ബിരിയാണിക്ക് ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലോ കുറവോ അങ്ങനെ എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് സവാള നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവാള ഇവിടെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. സവാള കോരി മാറ്റിയ അതേ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളവും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചെമ്മീൻ ഇവിടെ നല്ല മൊരിഞ്ഞ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്രൈ ആയിട്ടുള്ള ചെമ്മീൻ ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചെമ്മീൻ്റെ തല നമുക്ക് സെപ്പറേറ്റ് ആക്കി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ചെമ്മീൻ്റെ തല മാത്രം ഇട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് പൊടിച്ചെടുക്കുകയും ചെയ്യാം. നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മളിവിടെ ചെമ്മീൻ്റെ തല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി കുതിർത്താൻ വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ വിറകടുപ്പിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വിറകടുപ്പിൽ വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി കുതിർത്തി വെച്ചിട്ടുള്ള അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ബിരിയാണി ചെയ്യുമ്പോൾ മസാലയിൽ അതൊക്കെ ചേർക്കാനുള്ളതാണ്. അരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി റൈസ് മാറ്റി വെക്കാം. ചെമ്മീൻ റെഡിയാക്കി എടുത്തിട്ടുള്ള അതേ പോട്ടിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 വലിയ സൈസ് തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അരി എടുക്കുന്ന അളവിനനുസരിച്ച് നിങ്ങൾക്ക് തക്കാളിയുടെയും ടൊമാറ്റോയുടെയും ഒക്കെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ 1 കിലോ അരിക്കുള്ള അളവാണ് പറയുന്നത്. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടഞ്ഞു കിട്ടുന്ന പരുവത്തിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മളെ ബിരിയാണിക്കൊക്കെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഒരു 5-6 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി, ഒരു വലിയ സൈസ് ഇഞ്ചി, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ചെമ്മീൻ്റെ തല ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നമ്മളെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്ന സംഭവമാണ്. ഇനി അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മല്ലിച്ചപ്പ്, ഇതിലേക്ക് ഇനി 1 കപ്പ് തൈരാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൽ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ 1/2 നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൽ പുളി കൂടുതൽ വേണമെങ്കിൽ 1 നാരങ്ങ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി അതിലേക്ക് ബാക്കി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസിൽ നമ്മൾ കുറച്ച് ക്യാരറ്റും മല്ലിച്ചപ്പും ചേർക്കുകയാണെങ്കിൽ റൈസിന് കുറച്ച് ഭംഗി ഉണ്ടാവും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇത് ചേർക്കുമ്പോൾ നമ്മൾ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നേരത്തെ ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചപ്പുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഒരു അടിപൊളി വേറെ ലെവൽ സാധനം തന്നെയാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക്